കുറ്റ്യാടി മണ്ഡലം UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ള നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചു. വടകര തഹസിൽദാർക്ക് മുമ്പാകെയാണ് നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചത്. പ്രവർത്തകർക്കൊപ്പം പ്രകടനവുമായി എത്തിയാണ് നാമനിർദ്ദേശക പത്രിക അദ്ദേഹം സമർപ്പിച്ചത്. കുറ്റ്യാടി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ള വരണാധികാരിക്ക് മുമ്പാകെ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചു. എന്ന ഞാൻ കേരള നിയമസഭയിൽ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിൻ്റെ പേരിൽ സത്യം ചെയ്യുന്നു. വടകര റെസ്റ്റ് ഹൌസ് പരിസരത്ത് നിന്നും പ്രകടനവുമായി എത്തി വരണാധികാരി വടകര തഹസിൽദാർ LK സുബൈറിന് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. പത്രിക സമർപ്പിച്ചു. വലിയ പ്രതീക്ഷയിലാണ്. അത് കുറ്റ്യാടിയിൽ ഒരു ചരിത്ര വിജയം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച രാഷ്ട്രീയ സാഹചര്യമാണ് കേരളക്കരയിലുള്ളത്. കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രതീക്ഷ എന്നെ ഞാനാക്കിയത് കുറ്റ്യാടിക്കാരാണ്. ഞാൻ 2016 അവിടെ മത്സരിക്കുമ്പോൾ അവർ കാണിച്ച സ്നേഹവും അത് ഈ 2026 വരെ ഈ നിമിഷം വരെ അവിടുത്തെ ജനങ്ങളോടൊപ്പം ഞാനുണ്ടായിരുന്നു. എന്നെ പൊതുപ്രവർത്തനത്തിൻ്റെ ശൈലി, പൊതുജീവിതം എന്ത് എന്നൊക്കെ പഠിപ്പിച്ചത് കുറ്റ്യാടിക്കാരാണ്. അവരുടെ സ്നേഹവും അവരുടെ ഊർജവും അവരുടെ പിന്തുണയും അവരുടെ പ്രാർത്ഥനയുമാണ് ഞാൻ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റ്യാടിക്കാർ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എനിക്കൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ 10 വർഷക്കാലത്തെ അനുഭവം. കേരളത്തിൽ ഭരണമാറ്റം 100% ഉറപ്പാണ് എന്നുള്ളത് ഞങ്ങൾ പറയുന്നതല്ല, UDFൻ്റെ ബന്ധപ്പെട്ട ആളുകളല്ല പറയുന്നത്. കേരളീയ പൊതുസമൂഹം അത് പൂർണ്ണമായും ഉൾക്കൊണ്ട രൂപത്തിലാണ്. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രൂപത്തിൽ ഒരു ഗവൺമെൻറ് വിരുദ്ധ വികാരം കേരളക്കര മുഴുവൻ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അതെല്ലാ സ്ഥലങ്ങളിലും. അതുകൊണ്ട് തന്നെ 100+ ആണ് നമ്മൾ ഈ UDF ലക്ഷ്യം വെക്കുന്നത്. അത് ലഭ്യമാകും എന്നുള്ളതാണ് പ്രതീക്ഷ. നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് വളരെ സമാധാനത്തോടെ, ഒരു തരത്തിലുള്ള അക്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു നിലപാടിനോടും ഞങ്ങൾ യോജിക്കില്ല. പൂർണ്ണമായും ഗാന്ധി മാർഗത്തിലുള്ള ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കുക. തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കാണുമ്പോൾ അക്രമം അഴിച്ചുവിട്ടാൽ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ ചിലരൊക്കെ പരീക്ഷിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ച 10 ദിവസം മുമ്പാണ് കണ്ണൂരിൽ KSUക്കാർ കരിങ്കൊടി കാണിച്ചു എന്നതിൻ്റെ പേരിൽ KSU പ്രവർത്തകൻ്റെ വീടിന് നേരെ രാത്രി ഇരുളിൻ്റെ മറവിൽ വലിയ ബോംബാക്രമണം നടക്കുക. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് ദിവസം കഴിഞ്ഞ് പ്രതികളെ പിടിക്കുമ്പോൾ പ്രതികൾ അവിടുത്തെ CPMൻ്റെ നേതാക്കന്മാരാണ് ആ പ്രദേശത്തെ. അപ്പോൾ അതിനുശേഷം അവിടെ ഒരു ബോംബ് കൃഷി നടക്കുന്ന ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് കാലത്ത് എപ്പോഴും ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ സൂചനയാണ് ഇന്നലെയും അവിടെ പെട്രോൾ ബോംബാണ് എറിഞ്ഞതെന്ന് തോന്നുന്നു. അവിടെ പോസ്റ്ററും ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പരാജയ ഭീതിയിൽ നിന്ന് ഉണ്ടായ ഉടലെടുത്ത സാധനമാണ്. ഞങ്ങൾ മറ്റ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ഇവിടെ ഇപ്പോൾ ജനപ്രതിനിധിയായിട്ടുള്ള ആളുകളെ UDFകാർ ആക്രമിച്ചു എന്നൊക്കെ പറയുന്നത് അവാസ്തവമാണ്. അങ്ങനെ ഒരു സംഭവം മണിയൂരിലും ആ പ്രദേശത്തും ഉണ്ടായിട്ടില്ല. ഞാൻ അവിടെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു.
അവിടെ അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്, കൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭക്ഷണം കഴിച്ചത് ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് വ്യത്യാസത്തിലാണ് ക്ഷേത്രത്തിൽ നിന്ന്. അവിടെ ഒരു കുഴപ്പവും അതുപോലെ എന്തോ വാക്കേറ്റമോ അല്ലെങ്കിൽ എന്തൊക്കെ ചോദിച്ചപ്പോൾ 2 വർത്താനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ളതല്ലാതെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവിടെ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഉണ്ടല്ലോ. മണിയൂർ പോലൊരു പ്രദേശത്ത്, അത് മണിയൂർ തെരുവിൽ ഒരു സ്ഥാനാർത്ഥിയെ ആക്രമിക്കുമ്പോൾ വേറൊരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായാൽ സ്വാഭാവികമായും ഞാൻ എന്നെ വെറുതെ വിടുമോ? അപ്പോൾ ഇതൊക്കെ അവിടെ അങ്ങനെ ഒരു ഇലയനക്കം പോലും ആ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു നിലപാടാണ്, ആസൂത്രണം ചെയ്തുകൊണ്ട് അവിടെ കുഴപ്പം സൃഷ്ടിക്കാനുള്ള ഒരു നിലപാടാണ്. അതുകൊണ്ട് എനിക്ക് UDFൻ്റെ പ്രവർത്തകന്മാരോടും നല്ലവരായ നാട്ടുകാരോടും വോട്ടർമാരോടും ഒക്കെ പറയാനുള്ളത് ഇത് കരുതിക്കൂട്ടി പരാജയ ഭീതിയിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ ഇവിടെ ഷാഫി മത്സരിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അതേ ഒരു രൂപത്തിൽ അനാവശ്യമായ പ്രതികരണങ്ങളും അനാവശ്യമായ പരിപാടികളുമായാണ് ഇപ്പോൾ ഇടതുപക്ഷ MLA സ്ഥാനാർത്ഥിയും കൂട്ടരും വരുന്നത്. അത് ജനങ്ങൾ തള്ളിക്കളയും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രചരണം നന്നായി. ഞങ്ങളിപ്പോൾ ആകപ്പാടെ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളൊരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്ര പെട്ടെന്ന്. സാധാരണ തെരഞ്ഞെടുപ്പിന് നമുക്കൊരു 10-40-45 ദിവസം കിട്ടും. ഇത് 10-15 ദിവസമാണ്. ഇന്നിപ്പോൾ 23 ഇനി 9-ാം തീയതി എന്ന് പറയുമ്പോൾ 7-ന് തെരഞ്ഞെടുപ്പ് അവസാനിക്കും, പ്രചരണം അവസാനിക്കും. അപ്പോൾ അത് നമ്മൾ കണക്കൂട്ടുക 15-16 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രചരണം ഒരു സെക്കൻഡ് പോലും എന്താ പറയുക നമുക്ക് താമസിപ്പിക്കാനോ അല്ലെങ്കിൽ ലേറ്റാക്കാനോ പറ്റാത്ത രൂപത്തിലുള്ള ഒരു സാഹചര്യം മുന്നിലുണ്ട്. അതുകൊണ്ട് പ്രചരണവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ പ്രഖ്യാപനത്തിന് ശേഷം ഞങ്ങൾ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട MLA സ്ഥാനം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് പാറക്കൽ അബ്ദുള്ള. തഹസിൽദാർ ഓഫീസിന് സമീപത്തു നിന്നും സനിക ബാലഗോപാൽ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.